ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ച ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോർച്ച ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ച ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പോൾ, ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ, ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ജീവനക്കാരെ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പോകാൻ സമ്മതിക്കില്ല. അതായിരിക്കും ബേസിക്കായിട്ടുള്ള ഫോർമുല. എത്രയേ ഉള്ളൂ, എല്ലാ ഓട്ടകളും അടയ്ക്കും. കാരണം നമ്മൾ ഈ വരവിനെക്കുറിച്ച് മാത്രമാണ് നമ്മളെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ 9 കോടി റെക്കോർഡ് വരുമാനമാണ് കാണിക്കുന്നത്. എവിടെ ഈ പൈസ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കും ഉണ്ട്, ജീവനക്കാർക്കും ഉണ്ട്. അപ്പോൾ ജീവനക്കാരുടെ ആ സംശയം അവർ തന്നെ പറയുന്നുണ്ട്, മാധ്യമങ്ങളിൽ തന്നെ പറയുന്നത് കണക്കില്ല. ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല. ഒരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് എളുപ്പമാണ്, കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന്. ഇദ്ദേഹം KB ഗണേഷ് കുമാർ കളത്തിലിറങ്ങി കളിച്ചതാണ്, ഇതേ ഫീൽഡിൽ തന്നെ കളിച്ചതാണ്, ഗതാഗത വകുപ്പിൽ കളിച്ചതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോൾ ഗതാഗത വകുപ്പ്, അത് മാറ്റണം, അതിൽ അഴിമതിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം ഗ്യാലറിയിലാണ് ഇരുന്ന് കളി കണ്ടത്. ഈ 2.5 വർഷക്കാലം ഗ്യാലറിയിലിരുന്ന് കളി കണ്ടതായിരുന്നല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോവില്ലേ കളി, നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കേരളത്തിൽ കേട്ടുകേൾവിയില്ല. ഒരു മുന്നണിയിൽ നിന്ന് ഈ ടേം അനുസരിച്ച് ഒരാൾ മാറി മറ്റൊരാൾ വരുമ്പോൾ മറ്റൊരു മുന്നണിയിൽപ്പെട്ട ഒരാൾക്ക് പകരമാണ് ഞാൻ വരുന്നത് എന്ന രീതിയിൽ ആ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അങ്ങനെ നടക്കാറില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വഴക്കായിട്ട് ചിത്രീകരിക്കേണ്ട, പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല എങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല, പാർട്ടികൾ തമ്മിലുള്ള വഴക്കാണോ അല്ലെങ്കിൽ മുന്നണിയിലുള്ള അസ്വസ്ഥതയാണോ എങ്കിൽ ഈ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്വാഭാവികമല്ലേ. കാരണം ഒരാൾ വരുമ്പോൾ ഇപ്പം ഭരിക്കുന്ന ആളെക്കാൾ മെച്ചപ്പെട്ടൊരു, ഇപ്പം ഭരിക്കുന്നത് മോശമാണ്, ഞാൻ നന്നാക്കിയത് എന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ മോശമായി കിടന്നതിനെല്ലാം നന്നാക്കി, ഇതുവരെ മോശം കാരണം ഇപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആളുകൾ ചോദിക്കൂലേ. അതുകൊണ്ട് ഇപ്പം മോശമാണ്, ഞാനാണ് ഇത് നന്നാക്കി എന്നൊരു പേര് ഉണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നമസ്കാരം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പരസ്യ നിലപാടുമായി മുൻ മന്ത്രി ആന്റണി രാജു. സ്ഥാനമൊഴിഞ്ഞ മന്ത്രിയെ മോശക്കാരനാക്കാൻ ഗണേഷ് ശ്രമിക്കുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് ആന്റണി രാജു പറഞ്ഞു. KSRTCയിലെ വരുമാന ചോർച്ച തടയുമെന്ന ഗണേഷിന്റെ പ്രസ്താവനയെക്കുറിച്ച് ന്യൂസ് 18 അഭിമുഖത്തിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. KSRTCയെ കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാനെത്തിയ ആളെന്ന് ക്രെഡിറ്റ് നേടാനുള്ള ശ്രമമാണ് ഗണേഷ് കുമാർ നടത്തുന്നത്. KSRTC ജീവനക്കാരുടെ ശമ്പളം 1-ാം തീയതി നൽകാൻ ഗണേഷിനെ ആന്റണി രാജു വെല്ലുവിളിച്ചു. തുടക്കം റിവേഴ്സ് ഗിയറിലോ എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. LDF പ്രതിനിധി ശ്രീ LR വിനയചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ, റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വസന്ത്, മന്ത്രി പറയുന്നത് ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ KSRTCയിലുണ്ട്, ഓട്ട തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നായിരുന്നു. ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രി നടത്തിയ പ്രസ്താവനയാണിത്. ഞങ്ങളുടെ ഔട്ട്പുട്ട് എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ ഇന്ന് മുൻ മന്ത്രി ആന്റണി രാജുവുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, നിലവിൽ മോശമാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാലാണല്ലോ താൻ എത്തിയാണ് ഇതെല്ലാം നന്നാക്കിയത് എന്ന് അവകാശപ്പെടാൻ സാധിക്കൂ എന്നതാണ്. അതിനുവേണ്ടി നടത്തിയ ഒരു പരാമർശം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അങ്ങനെ മോശമായ ഒരു സാഹചര്യത്തിൽ പോകുന്നു എന്ന പ്രതീതിയാണോ ഇപ്പോഴത്തെ മന്ത്രി സൃഷ്ടിച്ചെടുക്കുന്നത്? അല്ല, അതിൽ സംശയമില്ല. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, മോശമായ രീതിയിലാണ് പോകുന്നത് എന്ന ഗണേഷ് കുമാറിന്റെ വാദം, അത് സത്യമാണ്. കാര്യം നമുക്കറിയാമല്ലോ, ഇപ്പോ മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാഹനം വരുന്നു, ആ വാഹനത്തിന് 1.5 കോടി രൂപ ആ ബസ്സിന് മാറ്റിവെക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ആ വാഹനം ഓടിച്ച KSRTC ഡ്രൈവറിന്
കഴിഞ്ഞ മാസത്തെ ശമ്പളം പൂർണ്ണമായി കിട്ടിയിട്ടില്ല. ഡിസംബർ മാസത്തിൽ, അതായത് ക്രിസ്മസും ന്യൂ ഇയറും അടക്കം ഒരു സാധാരണക്കാരൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് സെലിബ്രേഷൻസ് ഉള്ള, കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട പണത്തിന് അത്രമാത്രം അത്യാവശ്യമുള്ള മാസത്തിൽ പാതി ശമ്പളമാണ് മുഖ്യമന്ത്രിയുടെ വണ്ടി ഓടിച്ച KSRTC ഡ്രൈവറിന് പോലും കിട്ടിയത്. അപ്പൊ സ്വാഭാവികമായും ഗണേഷ് കുമാറിന്റെ വാദം ശരിയാണ്. കാര്യം, അമ്പേ പരാജയമായ ഒരു മന്ത്രിയായിരുന്നു ആന്റണി രാജു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ വരവിന് ശേഷമാണ് ഈ പറയുന്ന KSRTC വകുപ്പിൽ ഇത്രമാത്രം ശമ്പള കുടിശ്ശിക ഉണ്ടായത്, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷേ വ്യക്തിപരമായി ഞാൻ ശ്രീ ആന്റണി രാജുവിനെ മാത്രം അതിന്റെ മുൾമുനയിലേക്ക് നിർത്താൻ താല്പര്യപ്പെടുന്നില്ല. ഒന്ന്, സർക്കാരിന്റെ സാമ്പത്തിക നിലയിൽ ഉണ്ടായ തകർച്ച, അതുമൂലം സ്വാഭാവികമായും സർക്കാരിൽ നിന്ന് കാലാകാലങ്ങളായി KSRTCക്ക് കോർപ്പറേഷന് കിട്ടിക്കൊണ്ടിരുന്ന സഹായം, ആ സഹായം നിലയ്ക്കുന്ന അവസ്ഥ ആന്റണി രാജുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. ഒന്ന്. രണ്ട്, യൂണിയനുകൾ, ആ യൂണിയനുകൾ പ്രത്യേകിച്ച് CITU അടക്കമുള്ളവർ ആന്റണി രാജു എന്ന മന്ത്രിക്ക് പുല്ലുവിലയാണ് കൽപ്പിച്ചത്. ഞങ്ങളുടെ CPM ആണ് ഭരിക്കുന്നത്, നിങ്ങളൊരു നോമിനി മിനിസ്റ്റർ മാത്രമാണ്, ആ പണി മാത്രം ചെയ്താൽ മതി എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് CITU നേതാക്കൾ ആന്റണി രാജുവിനോട്. അതിനുശേഷം അവിടെ കൊണ്ടുപോയി വെച്ച IAS ഉദ്യോഗസ്ഥർ അവരെ ദിവസത്തിന് ദിവസം CITUവിന്റെ സൗകര്യം നോക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശ്രീ KP, എങ്ങനെയെങ്കിലും CPMന്റെ ഒരു പ്രതിനിധി, ഒരു CPM മെമ്പർ, അദ്ദേഹം KSRTC മന്ത്രിയായാൽ മാത്രമേ ഈ യൂണിയനുകളുടെ കാര്യത്തിൽ ഒരു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. അല്ല, ഈ യൂണിയനുകളുടെ കാര്യം എന്ന് പറയുമ്പോൾ അതിപ്പോൾ CITU മാത്രമാണോ? എല്ലാ യൂണിയനുകളും ഏതാണ്ട് ഒരേ സ്വഭാവത്തിൽ തന്നെയല്ലേ ഇടപെടുന്നത്? ഒരിക്കലുമല്ല. CITU ആണല്ലോ MD മാറ്റണമെന്ന് പറഞ്ഞ് എപ്പോഴും ഈ സർക്കാർ, രണ്ടാമത്തെ സർക്കാരിലും ഒന്നാമത്തെ സർക്കാരിലും ഒരു MD വെച്ചാൽ ആ MDക്ക് പ്രവർത്തിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി അവിടെ പോയി മന്ത്രിമാരെ സ്വാധീനിച്ച്, കക്ഷി നേതാക്കളെ സ്വാധീനിച്ച് നിമിഷത്തിന് നിമിഷം MDമാരെ മാറ്റുന്നില്ലേ? CITU വിചാരിച്ചാൽ ഒരു ദിവസം രാവിലെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അന്ന് രാവിലെ KSRTC ബസ്സിൽ വന്ന് MDയുടെ ഓഫീസിൽ കയറിയ MDയെ അതേ ദിവസം ആ സ്റ്റാൻഡിൽ നിന്ന് വൈകിട്ടുള്ള ബസ്സിൽ പറഞ്ഞയക്കാൻ ഈ CITU സാധിക്കും. അവരത് ചെയ്തിട്ടുമുണ്ട്. MDമാരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത നിലപാടുമായി മുമ്പോട്ട് പോയ CITU ആ. KSRTCയിൽ ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ യൂണിയൻ ഞാൻ അങ്ങേ അടക്കം വെല്ലുവിളിക്കുകയാണ്. ശ്രീ KP അടക്കം ഈ ചർച്ചയിൽ എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ആ യൂണിയൻ കഴിഞ്ഞ ഒരു വർഷക്കാലം സമരം ചെയ്തത് ആകപ്പാടെ ഇവിടുത്തെ ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പട്ടിണി സമരം M. വിൻസെന്റിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം KSRTC എംപ്ലോയീസിന് മുഴുവൻ സാലറി കൊടുക്കാത്തടത്തോളം കാലം എനിക്ക് MLA ശമ്പളം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ ശ്രീ M. വിൻസെന്റ് ആണ് KSRTC യൂണിയന്റെ നേതാവ്. അങ്ങനെ ഞങ്ങൾ വളരെ ക്രിയാത്മകമായ സമരങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഈ യൂണിയന്റെ ഈ കോർപ്പറേഷന്റെ MD സ്ഥാനത്ത് വരണ്ട, തങ്ങളുടെ പിരിവിനും തങ്ങളുടെ സൗകര്യത്തിനും വഴങ്ങി തരുന്നവർ മാത്രം മതി എന്ന CITUവിന്റെ നിലപാടും ഇതിനകത്ത് പ്രശ്നമാണ്. അതും ചർച്ച. ശ്രീ വസന്ത്, ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ ഡിജോ കാപ്പൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ഗണേഷ് കുമാർ പരസ്യമായി തന്നെ മുൻ മന്ത്രിയായ ആന്റണി രാജു പരാജയമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ ചോർച്ചയുണ്ടാകുമെന്നതിൽ എന്താണ് തർക്കം എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യം. കണക്കുകളൊന്നിനും ഇല്ല, വരവ് മാത്രമേ അറിയൂ, ചെലവ് അറിയില്ല എന്നിങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സാധാരണ നിലയിൽ ഒരു സർക്കാർ അധികാരത്തിലേറി ആ സർക്കാർ അധികാരത്തിൽ നിന്നൊഴിഞ്ഞ് മറ്റൊരു സർക്കാർ അധികാരത്തിലേറുമ്പോഴൊക്കെ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനയാണ് എങ്കിൽ ഇതങ്ങനെയല്ല. ഒരു മുന്നണിയുടെ ഭാഗമായി, ഒരേ സർക്കാരിൻ്റെ ഭാഗമായി തന്നെയുള്ള ധാരണ പ്രകാരം പുതിയൊരു മന്ത്രി ചുമതലയേൽക്കുകയായിരുന്നു. കൃത്യമായും പരാജയമായിരുന്നു KSRTC വകുപ്പ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് എന്ന് തന്നെയല്ലേ ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചത്? എനിക്കിതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. ഒന്നാം പിണറായി സർക്കാരിൽ 5 വർഷം കൊണ്ട് 6 മാനേജിംഗ് ഡയറക്ടർമാരെ മാറി മാറി പരീക്ഷിച്ചു. ഈ 6 മാനേജിംഗ് ഡയറക്ടർമാർ KSRTCയിലോട്ട് ഞങ്ങളെ പോസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു വന്നതല്ല. കാലാകാലങ്ങളിൽ സർക്കാർ ഉത്തരവ് പ്രകാരം വരികയും ഇവിടുത്തെ ട്രേഡ് യൂണിയൻ അതിപ്രസരം കൊണ്ട് അവര് ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയിരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇപ്പൊ മരിച്ചു കഴിഞ്ഞ ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ലേ പോലും അതിനകത്ത് ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദന്റെ പ്രസ്താവനകൾ നമ്മുടെ പഴയ നിങ്ങളുടെ റെക്കോർഡിൽ നോക്കിയാൽ കാണാം. അദ്ദേഹം പ്രസ്താവിക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ MD തെറിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ ആന്റണി രാജുവോ ഇപ്പോഴത്തെ ജീവനക്കാരുടെ
പ്രാഗൽഭ്യം കൊണ്ടോ അവരുടെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല KSRTCയുടെ പ്രതിസന്ധി. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ 80-90 മുതൽ ചൂണ്ടിക്കാണിക്കുന്ന അന്നൊക്കെ ഒരു ബസ്സിന് 12 ജീവനക്കാരെ വെച്ച് പോകുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, ഇങ്ങനെ പോയാൽ KSRTCയിൽ ശമ്പളവും പെൻഷനും മുടങ്ങും, ജീവനക്കാരുടെ എണ്ണം അന്യ സംസ്ഥാനങ്ങളിലെ പോലെ ഒരു 7-8 കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടും, പൊതുഖജനാവിലെ പണം ഞങ്ങൾക്കുള്ളതാണെന്നുള്ള ഒരു ധാരണ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഈ ജീവനക്കാർക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളം കിട്ടുന്ന ഒരു കൾച്ചർ KSRTCയിൽ വളർത്തി. അല്ല, ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ട്രേഡ് യൂണിയനുകൾ താങ്കൾ ഈ സൂചിപ്പിച്ച ആനത്തലവട്ടം ആനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതേ സർക്കാരിന്റെ ഭാഗമാണ്. അല്ല, സർക്കാരിന്റെ ഭാഗമായാലും ഇതിന്റെ വേദന അനുഭവിക്കുന്ന, അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളാ എന്ന് പറഞ്ഞാൽ യാത്രക്കാര്. അതിന്റെ കാരണം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ബസ് ചാർജാണ് ഇപ്പൊ കേരളത്തിൽ ഈടാക്കുന്നത്. അത് എന്തിനു വേണ്ടിയാ? KSRTC നഷ്ടത്തിലാണെന്നാണ്. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പിലുള്ള ഏത് മന്ത്രി ഭരിച്ചാലും, അത് ഗണേഷ് കുമാർ ഭരിച്ചാലും, നാളെ മുൻ മന്ത്രിമാരായ ആന്റണി രാജു മരിച്ചുപോയ ലോനപ്പൻ നമ്പാടനാണെങ്കിലും, അല്ലെങ്കിൽ ഗണേശന്റെ പിതാവായിരുന്ന ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് പറയുന്ന ന്യായം KSRTC നഷ്ടത്തിലാണെന്നാണ്. അങ്ങനെ പറഞ്ഞ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ചാർജ് കൊടുത്ത് യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട യാത്രക്കാർക്ക് ഏത് സമയത്ത് വണ്ടി വരും എന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ ഞാനൊരു പത്രത്തിൽ വായിക്കുകയുണ്ടായി. യാത്രക്കാർക്ക് എപ്പോൾ ബസ് വരുമെന്ന് അറിയാതെ കാത്തു നിൽക്കേണ്ടി വരില്ല. അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ശ്രീ ഡിജോ കാപ്പൻ, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ എല്ലാ തരത്തിലുമുള്ള ഓട്ട അടയ്ക്കും, HR ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ശക്തമാക്കും, കമ്പ്യൂട്ടറൈസ്ഡ് ആയ ബില്ലുകൾ നൽകും, GPS സംവിധാനത്തിലൂടെ ഓരോ ബസ്സുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പരിശോധിക്കും. ഇതൊക്കെ പറയുമ്പോഴും ഈ താപ്പാനകൾ കുറെ ഉണ്ടല്ലോ KSRTCയിൽ. അവരെ മെരുക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കുമോ ഗണേഷ് കുമാറിനും? അല്ല, അതാ ഞാൻ പറഞ്ഞ KSRTCയിലെ ട്രേഡ് യൂണിയൻ അതിപ്രസരം അതിന് നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമേ KSRTC നന്നാവുള്ളൂ. അതിനൊരു പക്ഷേ ഇപ്പോൾ ജീവനക്കാർ ഏതാണ്ട് അതിന്റെ ഒരു മനസ്സ് പരുവപ്പെട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടും മാത്രമായിരിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ശമ്പളം. നമ്മുടെ ഈ സ്റ്റോറി തുടങ്ങിയപ്പോഴും പറഞ്ഞു ശമ്പളം കിട്ടിയില്ലെന്ന്. ശമ്പളം കിട്ടാത്തതിന്റെ കാരണം ആരാ? കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത അധിക ലോൺ, ആ ലോണിലേക്കാണ് നമ്മുടെ വരുമാനം മുഴുവൻ പോകുന്നത്. ഇപ്പൊ ബാങ്കുകാരെല്ലാം കൈമലർത്തി, ബാങ്ക് കൺസോർഷ്യം കൈമലർത്തി. അവസാനം അവര് പറഞ്ഞു പണം തരാം, പക്ഷെ 30-ാം തീയതി ഞങ്ങൾ തന്ന പണത്തിന്റെ ഇത്ര ശതമാനം അല്ലെങ്കിൽ 30 കോടി രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് വേണം എന്ന് പറഞ്ഞാണ് ഈ പണം കൊണ്ടുപോകുന്നത്. അപ്പോൾ പാവപ്പെട്ട ജീവനക്കാരനെ നോക്കുമ്പോൾ അവരെല്ലാ ദിവസവും 30,000-35,000 രൂപ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് ഓരോ ബസ്സിൽ നിന്ന് കൊണ്ട് അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉപ്പും തവിടും പോലെ മാസത്തിൽ 2-3 പ്രാവശ്യമായിട്ട് ആ ശമ്പളം കിട്ടുന്നതെന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ജീവനക്കാർക്കുണ്ട്. ജീവനക്കാർ പണി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുത്തേ പറ്റൂ. അപ്പം അങ്ങനെ ഇത് വരുത്തി തീർത്തതിന്റെ ആണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വേറെ ആർക്കുമല്ല, കേരളത്തിലെ. ശരി, അപ്പോൾ ശ്രീ വസന്ത്, അങ്ങനെയെങ്കിൽ ആന്റണി രാജു പരാജയമെന്ന് ഗണേഷ് കുമാർ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെതായ ഉത്തരവാദിത്വം മാത്രമല്ല, ഇത് കാലാകാലങ്ങളായി KSRTC നേരിടുന്ന പ്രശ്നമാണ്. തുടർച്ചയായി മാധ്യമങ്ങളടക്കം ഏത് സർക്കാരുകൾ മാറി മാറി വന്നാൽ പോലും അത് ചർച്ച ചെയ്യാറുണ്ട് എന്ന് താങ്കൾക്കും ബോധ്യമുള്ളതാണ്. ആ ബാധ്യത ഒരു ഭാഗത്ത് കൂടിക്കൂടി വരുന്നു. സ്വാഭാവികമായും ഒരു സർക്കാർ സംവിധാനത്തിനോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്കോ കാര്യമായി ഇടപെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആ റിയാലിറ്റിയെ ആണ് ഇപ്പോൾ ഡിജോ കാപ്പൻ സൂചിപ്പിച്ചത്. അല്ല, ശ്രീ KP അഭിലാഷ്, നമുക്ക് നല്ലൊരു ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിലും ടീം ഏതാണെന്നുള്ളത് പ്രശ്നമാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹം നല്ല മന്ത്രിയായി പേരെടുത്തത്, അദ്ദേഹം തെളിയിച്ചത് ഏത് സർക്കാരിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് എന്ന് നമുക്കറിയാമല്ലോ. ആ അവസ്ഥയല്ല ഇന്ന് CPM ഗവൺമെന്റിലുള്ളത്. അവർ ഘടകകക്ഷികളെ അങ്ങനെയല്ല കരുതുന്നത്. UDFൽ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന മന്ത്രിസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളിലും അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസോ കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘടനകളോ പോഷക സംഘടനകളോ ഒന്നും റെക്കമെൻഡേഷൻസ് ഒക്കെ ചെല്ലുന്നതല്ലാതെ മൂക്കുകയറിട്ട് പിടിക്കുന്ന പരിപാടി ഇല്ല. പക്ഷേ
CPM-ന്റെ നില നേരെ തിരിച്ചാണ്. AKG സെന്ററിന്റെ പ്രീതിക്ക് പാത്രമായില്ലെങ്കിൽ ആ മന്ത്രിസ്ഥാനം അത് ഏത് ഘടകകക്ഷിയാണെങ്കിലും തെറിക്കും എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഗണേഷ് മൂക്ക് കയറിട്ട ഒരു കുതിരയായി മാത്രമേ ഈ പ്രാവശ്യം ഗണേഷിന് പെർഫോം ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, ഇപ്പൊ ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ സ്വാഭാവികമായും വളരെ കോൺഫിഡന്റ് ആയി ഞാൻ പറയാണ്. CITU അദ്ദേഹം പറഞ്ഞു, ആനത്തലവട്ടത്തിന്റെ കാര്യം പറഞ്ഞു. ആനത്തലവട്ടം അടക്കമുള്ളവർ CITU ആണ് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ മുച്ചൂടും നശിപ്പിച്ച് കളഞ്ഞത്. ഈ സാലറി കൊടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയത് പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു 6 തവണയാണ് ഒരു വർഷം ഒരു MD-യെ മാറ്റുന്നത്. സ്വാഭാവികമായും MD ആണ് നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ലോൺ തിരിച്ചടയ്ക്കാനുള്ള നടപടികൾ എടുക്കേണ്ടത്. ഒരു MD വന്ന്, ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 6:30 ബസ് സ്റ്റാൻഡിൽ വരുന്ന ബസ്സിൽ ഒരു MD വന്നാൽ വൈകിട്ട് 6:30 പോകുന്ന അതേ ബസ്സിൽ MD-ക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റും. കാര്യം ഡിസ്മിസ് ഓർഡർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓർഡർ അതിനോടകം അടിച്ച് CITU കൈ കൊടുക്കും. അപ്പോ CITU ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന താല്പര്യമില്ല. എന്റെ വളരെ വ്യക്തിപരമായ അഭിപ്രായം, ഗവൺമെന്റ് കൊടുക്കുന്ന അലവൻസ് അത് വെട്ടി ചുരുക്കണമെന്നേ. അങ്ങനെ എല്ലാ കാലവും എന്റെയും KP അഭിലാഷിന്റെയും ശ്രീ ഡിജോ കാപ്പന്റെയും ഒക്കെ പോക്കറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ ഓൾറെഡി ബസ് ഫെയർ കൊടുക്കുന്നു, അതിന്റെ പുറത്ത് നമ്മൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് വീണ്ടും ഈ വെള്ളാനങ്ങളെ തീറ്റിപ്പോറ്റുന്ന പരിപാടി നിർത്തണം. നമുക്കറിയാലോ, ഞാൻ ബസ്സിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്തും ഒക്കെ KSRTC ബസ് മാത്രം ഉപയോഗിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു ബസ്സിൽ ശ്രീ KP ഒരു ബസ്സിൽ 2 ചെക്കർമാരാണ്. അതായത് 2 കിലോമീറ്ററിനിടയിൽ 2 ചെക്കർമാർ വന്ന് കയറി ഇറങ്ങി പോകും. ഒരു ചെക്കറിന്റെ സാലറി 40,000-ന് മുകളിലാണെന്ന് ഓർക്കണം. അപ്പോ അനാവശ്യമായ കുറെ വെള്ളാനകളെ തീറ്റിപ്പോറ്റുന്നതാണ് ഈ കോർപ്പറേഷന്റെ പ്രശ്നം. അത് തിരുത്തപ്പെടണം. അത് തിരുത്തപ്പെടാൻ ആർജവമുള്ളൊരു മന്ത്രി വരണം. ആ ആർജവം തൽക്കാലം ഇടത് ഗവൺമെന്റിൽ ഇരുന്നു കൊണ്ട് മൂക്കുകയറിട്ട കുതിരയായ ഗണേഷ് കുമാർ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചെളിവാരി എറിയൽ മാത്രമായിരിക്കും ഇനിയും മുമ്പോട്ട് നടക്കാൻ പോകുന്നത്. എന്തായാലും നിരവധി ചോദ്യങ്ങളാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ഇടതു പ്രതിനിധിയായ LR വിനയചന്ദ്രൻ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. പഴയതെല്ലാം പ്രധാനമന്ത്രി ചോദിച്ച ഇപ്പോൾ റോഡ് സേഫ്റ്റി വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടി ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീ ഉപേന്ദ്രനാരായണൻ, KSRTC മെച്ചപ്പെടണം എന്നുള്ളത് ഒരു പൊതുവികാരമാണ്. അതൊരു സർവീസ് സെക്ടർ കൂടിയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപക്ഷെ സ്വകാര്യ ബസ്സുകളൊക്കെ റൂട്ട് നടത്താൻ ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ ഒക്കെ സർവീസ് നടത്തുക, അല്ലെങ്കിൽ അർദ്ധരാത്രി സമയത്തൊക്കെ സർവീസ് നടത്തുക, അങ്ങനെയൊക്കെ KSRTC നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഏറെയും. പക്ഷേ ഈ വകുപ്പിൽ തന്നെ ഒട്ടേറെ പോരായ്മകളുണ്ട് എന്നാണ് സ്ഥാനമേറ്റ മന്ത്രി തന്നെ പറയുന്നത്. അതിന് കാരണം ഈ വകുപ്പ് തന്നെയാണ് എന്നും അതിനകത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെയാണ് എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പരാജയമായിരുന്നു എന്ന് തന്നെ വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ. പക്ഷേ അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ മന്ത്രിക്കും സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, വളരെയേറെ പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി, അദ്ദേഹത്തിന് എന്റെ ഹൃദയംഗമായ അനുമോദനങ്ങൾ. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ എക്സ്പെർട്ടീസ് നേടിയിട്ടുള്ള ഒരു ഗതാഗത മന്ത്രി കേരളത്തിനെ സംബന്ധിച്ചോളം. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതേപോലെ വെല്ലുവിളികളും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഈ KSRTC-യെയും റോഡ് സുരക്ഷയും എവിടെ കൊണ്ട് എത്തിക്കണമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ഗണേഷ് കുമാർ എന്ന് എനിക്ക് പറയാം. തീർച്ചയായും. അവിടെ ശ്രീ ഉപേന്ദ്രനാരായണൻ, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, ഈ ചർച്ചയുടെ ഭാഗമായി ഡിജോ കാപ്പൻ അടക്കം സൂചിപ്പിച്ച കാര്യമുണ്ട്. നിരവധി ആളുകൾ MD-മാരായി വരുന്നു. അവരെല്ലാവരും തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനമൊഴിയേണ്ടി വരുന്നു. അതായത് ഈ ട്രേഡ് യൂണിയനുകളുടെ ഒരു ആധിപത്യമുണ്ട്, അല്ലെങ്കിൽ മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇവരെല്ലാം ഈ സർക്കാർ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. ഇതിപ്പോൾ ഗണേഷ് കുമാർ ഒരു ഘടകകക്ഷിയിലെ നേതാവ് കൂടിയാണ്, ആ നിലയിലുള്ള ഒരു മന്ത്രി കൂടിയാണ്. അവരെയൊക്കെ മറികടന്നുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും ഗണേഷ് കുമാറിന്? അദ്ദേഹത്തിന് കഴിയണം. കാര്യം ചെറുപ്പക്കാരനായ ഒരു മന്ത്രിയാണ്. ഈ ട്രേഡ് യൂണിയനിസമാണ് ഗതാഗത വകുപ്പ്, പ്രത്യേകിച്ച് KSRTC-യെ വളരെയേറെ പിന്നോക്കം പോകുന്നതിൽ സഹായിക്കുന്നതെന്നുള്ളത് യാതൊരു സംശയമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. എന്തിനാണ് ഇത്രയേറെ ഇൻഫ്ലുവൻസ് ട്രേഡ് യൂണിയൻ പുലർത്തുന്നത്? കാര്യം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പ്രക്രിയയിൽ നിന്ന് അവർ മാറണം. എല്ലാ സ്റ്റേറ്റിലും, തമിഴ്നാടായാലും കർണാടക ആയാലും ആന്ധ്രയായാലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ തന്നെ പൊതുഗതാഗത സംവിധാനവും അവിടുത്തെ RTC-കളും ലോക നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു.
ഇവിടെ കേരളത്തിന് എന്താണ് ഏറ്റവും നല്ല ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും വർക്ക്ഷോപ്സും അതേമാതിരി ഇൻഫ്രാസ്ട്രക്ചർ, ഏറ്റവും നല്ല ബസ് സ്റ്റാൻഡുകളും എല്ലാം ഉണ്ട്. അവിടെ പിന്നോട്ടടിപ്പിക്കുന്ന ശക്തികളെയാണ് ആദ്യം ഉന്മൂലനം ചെയ്യണം. അത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടണം. കാര്യം ഇത് നമ്മുടെ നാടിനെ പിന്നോക്കം വലിക്കുന്ന ഈ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്നൊക്കെ പറഞ്ഞാൽ എത്രയോ നാളെ ഇതിപ്പോ ഒരു തുടർഭരണമാണ് എന്ന് താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. ഇടപെടാൻ സമയമുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഇടപെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് നമ്മുടെ ഭരണത്തിന്റെയും KSRTCയുടെ ലാസ്റ്റ് ബസ്സാണ്. ഇന്ന് നമ്മൾ ഇതിനെ നേരെയാക്കിയില്ലെങ്കിൽ ഇനി ഒരിക്കലും KSRTCയെ നേരെയാക്കാൻ സാധിക്കില്ല. കാര്യം ശക്തനായ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട്. അതേപോലെ തന്നെയാണ് വളരെയേറെ കഴിവും അറിവുമുള്ള ഒരു ഗതാഗത മന്ത്രി നമുക്കുണ്ട്. പിന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ ഹൈലി ഡെഡിക്കേറ്റഡ് ആണ്. എല്ലാ ഡിപ്പോകളിലും ATOമാരും മറ്റ് ഈ സംവിധാനം എല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് പോകുന്നത്. ഇതിന്റെ തകരാറുകൾ എന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയൻ ആവശ്യമില്ലാത്തടത്തും ഉള്ളിടത്തും എല്ലാം കയറി ഇടപെടാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം മാറുമോ എന്നുള്ളതാണ് ശ്രീ LR വിനയചന്ദ്രൻ. ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്ന ഒന്ന്, വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ KSRTC രക്ഷപ്പെടുകയുള്ളൂ എന്നാണ്. മാത്രവുമല്ല, നിലവിൽ ചുമതലയേറ്റ മന്ത്രി പോലും പറയുന്നത് നേരത്തെ ഈ ചുമതല വഹിച്ചിരുന്ന മന്ത്രി പൂർണ്ണമായും പരാജയമെന്നാണ്. അദ്ദേഹം ആ വാക്കല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും നാഥൻ സ്ഥലത്തില്ല എങ്കിൽ, ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ ചോർച്ചയുണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നു. എല്ലാ ഓട്ടയും അടയ്ക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഓട്ടകൾ നിരവധി ഉണ്ട് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ സർക്കാരിന് ഇത് സാധിച്ചില്ല എന്ന് നിലവിലെ മന്ത്രി തന്നെ പറയുകയാണ്. ശ്രീ വിനയേന്ദ്രൻ, അഭിലാഷ്, അത്തരത്തിൽ ഒരു കാര്യം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ KSRTCയുടെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് ഒരു മന്ത്രി ചെയ്തില്ല എന്ന ആരോപണം ഭംഗ്യന്തരേണ പറയുന്നു എന്ന് തന്നെയാണ് അങ്ങും പറയുന്നത്. പക്ഷെ അത്തരത്തിൽ അല്ല, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞതല്ല. താങ്കൾ ഇന്നലെ ഗണേഷ് കുമാറിന്റെ പ്രതികരണം കേട്ടില്ലേ? അല്ല അങ്ങ് പറഞ്ഞു എന്നുള്ളല്ല, അങ്ങേക്ക് എന്ത് തോന്നുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് വ്യവസ്ഥാപിതമായ നയങ്ങളിൽ നിന്ന് എത്രത്തോളം ഒരു മന്ത്രി ഇതിനെ മാറ്റിയെടുത്തു എന്നുള്ള നില അങ്ങ് കണ്ടതാണ് എന്ന് പറഞ്ഞതാണ്. അല്ലാതെ അങ്ങ് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനത് പ്രസ്താവന കേട്ടത് തന്നെയാണ്. ഇപ്പൊ ഉടമസ്ഥൻ താക്കോല് എടുക്കുന്നയാള് സ്ഥലത്തില്ലെങ്കിൽ തുറന്നകത്ത് കയറേണ്ടയാളില്ല എന്നുള്ളത് അതൊരു യാത്രയുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹം പറഞ്ഞത്. കാര്യം ചോർച്ച എവിടെയൊക്കെയോ ഉണ്ടാകുന്നു. അതൊരു മന്ത്രിയെ ഉദ്ദേശിച്ച് മാത്രമായി പറഞ്ഞതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാര്യം എനിക്കറിയാം അദ്ദേഹം മുന്നേ മന്ത്രി ആയിരുന്നപ്പോ UDF മന്ത്രിസഭയിൽ ഈ വകുപ്പ് കൈകാര്യം അദ്ദേഹത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിനുശേഷം ആന്റണി രാജുവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. പക്വതയോടെ പ്രതികരിക്കണമായിരുന്നു എന്ന് ആന്റണി രാജു തന്നെയാണ് പറഞ്ഞത്. താനാണ് ഇതെല്ലാം നന്നാക്കിയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് മന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് ആന്റണി രാജു പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോ ഈ സ്വിഫ്റ്റിന്റെ കാര്യത്തിലായാലും ഈ ഇലക്ട്രിക് ബസ്സുകൾ, സിറ്റി സർവീസ് നടക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ, കുട്ടികൾക്കുള്ള ഈ യാത്ര, വിനോദയാത്രയിൽ ട്രാൻസ്പോർട്ടിന്റെ ഇടപെടൽ, ഇന്ധനം അടിക്കാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ നിരവധിയായ പരിഷ്കാരം, ലൈസൻസ് അല്ലെങ്കിൽ ഓൺലൈനായി ഉള്ള നമ്മുടെ ഇടപെടലുകൾ, എന്താണ് MBDയിലെ ഇടപെടലുകൾ എല്ലാം ഉണ്ടാക്കിയ ഇന്ധനം അടിക്കാനുള്ള അതെല്ലാം ഇനി ഒരു നെയ്യാ പൈസ പോലും ബാക്കിയില്ലാതെ കൊടുത്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഇപ്പൊ MD തന്നെ പലപ്പോഴും മാറിപ്പോകേണ്ട, CMD തന്നെ ഒഴിവായി പോകേണ്ട പല അവസ്ഥകളിൽ നിന്നും അദ്ദേഹവുമായി ചർച്ച നടത്തി. ഇപ്പോ ഞാൻ അതിന്റെ ഭാഗഭാക്കായി നിൽക്കുന്നത് കൊണ്ട് പറയുന്നതല്ല ശ്രീ അഭിലാഷ്. ഏതായാലും അങ്ങേ അറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ മുങ്ങിപ്പോകാൻ പോകുന്ന ഒരു കപ്പലിനെ എന്തെങ്കിലും കൊടുത്ത് താങ്ങായി നിർത്താൻ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി എന്തായാലും സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. താങ്കൾ അവസാന ഘട്ടത്തിൽ ആയതുകൊണ്ടാണ്. താങ്കൾക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ സമയം അനുവദിക്കാൻ മാർഗമില്ല. അതിൽ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ മുങ്ങിപ്പോകുന്ന ഒരു കപ്പലാകാതിരിക്കണം KSRTC എന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതിന് പ്രാപ്യമാകുന്ന തരത്തിലുള്ള നടപടികളുമായി വേണം സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പുതിയ മന്ത്രി ചുമതലയെടുക്കുമ്പോൾ അതിന് സാധിക്കുമോ എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. വളരെയധികം നന്ദി സ്പെഷ്യൽ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ പരിപാടി നിങ്ങൾ